അപ്പം എല്ലാവർക്കും നമ്മുടെ മൈൻക്രാഫ്റ്റ് പോക്കറ്റ് എഡിഷൻ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ 6ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളിങ്ങനെ നമ്മുടെ ഇതുവരെയൊക്കെ നമ്മൾ കുറച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇവിടുന്ന് അങ്ങോട്ടുമൊക്കെ ബാക്കി ചെയ്യണം. അതിപ്പോൾ നമ്മൾ പതിയെ ചെയ്യുന്നുള്ളൂ. കേസ് അപ്പം രാത്രി ആയിട്ടുണ്ട്, നമുക്ക് പോയി കിടക്കാം. അപ്പോൾ നിങ്ങൾ പുതിയൊരു മാറ്റം ശ്രദ്ധിച്ചാണ്, നമ്മൾ പുതിയൊരു ഷെയ്ഡർ പാക്ക് ഇട്ടിട്ടുണ്ട്. ഒരു ഷെയ്ഡർ പാക്ക് ഇട്ട് കളിക്കണമെന്നൊരു ഇതുള്ളതുകൊണ്ട് ചുമ്മാ ഇട്ട് നോക്കിയാണ്. ചിലപ്പം ഈ എപ്പിസോഡ് മാത്രമേ കാണത്തുള്ളൂ. ഇത് നല്ലതാണ് തോന്നുവാണെങ്കിലുള്ളൂ നമ്മൾ കണ്ടിന്യൂ ചെയ്യത്തുള്ളൂ. നമുക്ക് കിടന്ന് ഉറങ്ങാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ സ്റ്റോറേജ് ഏരിയയാണ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു. അപ്പം നമുക്കിന്ന് അതിൻ്റെ ബിൽഡാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്കെന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്കിവിടെ ഒരു എൻട്രൻസ് പണിയാം, എന്നിട്ട് നമുക്ക് അകത്തോട്ട് കുഴിക്കാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. വിശദത്തിൽ നമുക്കത് ചെയ്യാം. ഞാൻ അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൂടെ എടുത്ത് വച്ചിട്ടുണ്ട്. ഇത്രയേ ആവശ്യം വരുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം ഗൈസ്. നമുക്ക് ഇവിടെ ഒരു ബ്ലോക്ക് ഒന്ന് അകത്തോട്ട് കുഴിക്കാം, എന്നിട്ട് നമുക്ക് എൻട്രൻസ് പണിയാം. കേസ് നമുക്കിപ്പോൾ ഇവിടുന്ന് ഓരോന്നെടുത്ത് നമുക്കൊന്ന് ബിൽഡ് ചെയ്ത് തുടങ്ങാം. സെൻറ്റർ നടുക്ക് 5 ബ്ലോക്ക് വേണം. അപ്പോൾ 2 ഒരു ബ്ലോക്ക്, 1 ബ്ലോക്ക്. അപ്പം ഇത്രയും ഗ്യാപ്പായിരിക്കും നടുക്ക് വരുന്നത്. നമുക്കിതൊരു 5 ബ്ലോക്ക് മണ്ടക്കോട്ട് പൊക്കാം. ഒന്നുണ്ട്, നമുക്കിതൊന്ന് ജോയിൻ ചെയ്തോളാം. നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിൻ്റെ സ്റ്റെയർ എടുത്തിട്ട് അതിനൊരു ആർച്ച് ഫീൽ കൊണ്ടുവരണം. ഓക്കെ, അത് മതി. ഇതായിരിക്കും നമ്മുടെ ഉള്ളിൽ വരുന്നത്. പിന്നെ നമ്മൾ വെളിയിൽ ഒരു ഇത് പണിയാൻ ആലോചിക്കുന്നുണ്ട്. ഇവിടെ വരും 5, 5, 6 അതിവിടെ വെക്കുക. അത് മതിയെന്ന് തോന്നുന്നു. സ്റ്റെയർ ഇവിടെ അതുപോലെ തന്നെ താഴെയും ചെയ്യാം. സ്റ്റെയർ ഇവിടെ സെയിം തന്നെ പറയാം. നമുക്കിത് മണ്ടയ്ക്ക് പോയിട്ട് ആദ്യത്തെയായിട്ട് നമുക്കൊന്നൊന്ന് ചെയ്ത് നോക്കാം, സെറ്റാക്കാം. ഒരു കേവിലോട്ട് എൻ്റർ ആകുന്ന പോലത്തെ ഒരു ഫീല് നമുക്ക് വൈൻസും കാര്യങ്ങളൊക്കെ വെച്ച് എന്തെങ്കിലും കൊടുത്തു നോക്കാം, ശരിയാവുമായിരിക്കും. ഏറെക്കുറെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ട്രാപ്പ് ഡോറും കാര്യങ്ങളും ഇട്ടെടുത്ത് കുറച്ച് ബട്ടൺസ് എടുത്തിട്ടുണ്ട്. നമ്മൾ സെയിം തന്നെ അപ്രൈം ചെയ്തിട്ടുണ്ട്. ഇതിനോട് ഇത്ര അടുത്തിരിക്കുന്നതിൻ്റെ ഒരു മടുപ്പുണ്ട്. അതിന് കുറച്ചും കൂടി ഇറക്കി പണിയേണ്ടതായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് എല്ലാം ഇങ്ങനെ അടുത്തടുത്തിരിക്കുന്നത് കാണാൻ രസമാണ്. എന്തായാലും അത് സീനില്ല. ഇവിടെ നിന്നായിരിക്കും നമ്മൾ ഉള്ളിലോട്ട് കുഴിക്കാൻ പോകുന്നത്. ഇതിനകത്തായിരിക്കും നമ്മുടെ സ്റ്റോറേജ് റൂം വരുന്നത്. ഓക്കെ, ഞാൻ ഇതൊന്ന് കുഴിച്ചൊന്ന് സ്റ്റെപ്പാക്കിയിട്ട് വരാം. സ്റ്റോറേജ് ഏരിയക്കുള്ള ടണൽ കുഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ചുമ്മാ കിടക്കുന്നതാണ്. ഓക്കെ, നമ്മൾ ഇവിടെ ഒരു ചെറിയ റൂം പോലെ ആക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണം. കാരണം അതുകൊണ്ടോ ഇനി ഒരു ബ്ലോക്കും കൂടെ മണ്ടയ്ക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ വീടിരിക്കുന്ന ആ ഒരു ലെവൽ വരും. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് കുറച്ചുകൂടി താഴോട്ട് ഇങ്ങനെ കുഴിച്ചിട്ട് ഇവിടെ ഇങ്ങനെ റൂം ആക്കിയിട്ടുണ്ട്. ഒരു 3 സെക്ഷൻ.
ഇങ്ങനെ ഒരു 3 സെക്ഷനാണുള്ള ചെസ്റ്റ് വെക്കാനായിട്ട്. അപ്പോൾ സമാധാനമായില്ലേ? അതെ. കേസ് അപ്പം നമ്മൾ അങ്ങനെയാണ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞാൻ പോയിട്ട് കുറച്ച് വുഡ് ഇത് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 10 സ്റ്റാക്കും 8 വുഡ് ലോഗും ഉണ്ട് സ്പൂസിൻ്റെ. അപ്പം നമുക്കിവിടെ ആദ്യം ഡെക്കറേറ്റ് ചെയ്തിട്ട് ഇത് വെക്കണോ അതോ ചെസ്റ്റ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യണമെന്നൊന്ന് ആലോചിക്കുന്നത്. എനിക്കൊന്ന് ആദ്യം ചെസ്റ്റ് വെക്കുന്നതായിരിക്കും നല്ലത്. ഡെക്കറേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോഴത്തേക്ക് ഡെക്കറേഷൻ കഴിഞ്ഞിട്ട് ബാക്കി എന്തുമാത്രം വുഡ് വേണോ അത് പോയി എടുത്താൽ മതിയായിരിക്കുമല്ലോ. നമുക്ക് എന്തായാലും ആദ്യം ഡെക്കറേറ്റ് ചെയ്യാം. ഇവിടെ എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എന്തായാലും നമുക്ക് നടുക്കത്തെ ഈ പില്ലർ വരുന്നത് ഇത് മാറ്റിയിട്ട് അത് ലോഗാക്കാം. ഇത് ലോഗാക്കിയിട്ടുണ്ട്. കേസ് ഇപ്പോൾ എല്ലായിടത്തും അത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്റ്റെയർ ഉണ്ടായിക്കൊണ്ട് വരാം. കേസ് അത് വെച്ചിട്ടുണ്ട്. നമുക്കിനി മണ്ടയ്ക്കും കൂടെ ഇങ്ങനെ കേസ് നമ്മളിപ്പോൾ 4 പില്ലർ ശരിയാക്കിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. കേസ് ആ കളർ തീം നല്ല രസമുണ്ട് കാണാൻ. അതിൽ നമുക്ക് ഇതെല്ലായിടത്തും ചെയ്ത് നോക്കാം. കേസ് അപ്പം അതുമായിട്ടുണ്ട്. ജസ്റ്റ് വെച്ചാൽ അതിൻ്റെ ഇടയിൽ കൂടെ പുറത്തെ ബ്ലോക്ക് കാണുമോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ കേസ് നമുക്കത് പിന്നീട് മാറ്റാം. ഇവിടെയും കൂടെ നമുക്ക് ആ ലോഗോ നോക്കാം. കേസ് നമ്മളിങ്ങനെ ഇതിൻ്റെ സെൻറ്റർ വശം നമ്മളിങ്ങനെ ഒരുമാതിരി കേവ് പോലെ ആക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ കുറച്ച് വൈൻസും ഗ്ലോബറിയും ലീവ്സും കാര്യങ്ങളൊക്കെ തന്നെ വയ്ക്കാം. കുറച്ചും കൂടി ആ ഒരു ഫീല് കിട്ടാനായിട്ട്. കളർ ഒരു വല്ലാത്ത കളറാണ്. എന്തായാലും അവിടെ ഇവിടെയൊക്കെ അതിരിക്കട്ടെ. ഗ്ലോബറി വരുമ്പോഴത്തേക്ക് ഇവിടെ കളർ ലൈറ്റ് ആകുമായിരിക്കും. നമുക്കതൊന്ന് ബോൺ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ലൈറ്റ് വെക്കത്തില്ല. ആവശ്യം വെച്ച് ഇതിനും കൂടെ ലൈറ്റ് വെക്കും. ഓക്കെ, അത് സെറ്റാക്കിയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മുടെ ഇത് പടരുമോ? എന്തായാലും ഇവിടെ സെൻറ്ററിൽ തന്നെ നമ്മൾ വെച്ചിട്ട് നോക്കാം. ഓക്കെ. ഇതിൽ നമുക്ക് ഇവിടെ നമ്മൾ ഇത് വെച്ച് വെറുതെ ഒരെണ്ണം പോയി. ഒന്നിൽ തീർന്നു. അതിൻ്റെ കാര്യം തീരുമാനമായിട്ടുണ്ട്. ഈ ടോൾ ഗ്രാസ് ഒന്നും വേണ്ട. ഏത് കളഞ്ഞിട്ടുണ്ട്. ഇതും വേണ്ട, ഇതും വേണ്ട. പിന്നെ ഈ കാർപ്പറ്റും വേണ്ട. നമ്മുടെ ബിൽഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സ്റ്റോറേജ് ഏരിയ നമ്മൾ ഫുള്ള് പണിതിട്ടുണ്ട്. അപ്പം താഴെ നമുക്ക് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇവിടെയും കുറച്ച് ഡീറ്റെയിലിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ സ്റ്റോറേജ് ഏരിയ. ഒരു എൻട്രൻസ് നമ്മളിവിടെ ചുമ്മാ ഒരു എസ്കേപ്പ് പോലെ ചെയ്യാനായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നെ ഇത് ഇങ്ങനെ ആക്കി. പിന്നെ നമുക്ക് വാളൊക്കെ നമ്മളൊരു പാറ്റേണിലൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ താഴോട്ട് ഇറങ്ങി വരുമ്പോഴാണ് നമ്മുടെ സ്റ്റോറേജ് ഏരിയ. കുറച്ചൊരു ഒത്തിരി അങ്ങ് എന്നാ പറയുന്നത്, ഒരു കേവിനകത്താണല്ലോ നമ്മുടെ സ്റ്റോറേജ് ഏരിയ ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടി ഒരു കേവിനകത്ത് പോലത്തെ ഒരു ഡീറ്റെയിലിങ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഗ്ലോബറിയും പിന്നെ അവിടെ ഇവിടെ കുറച്ച് ലീവ്സും വൈൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കോബിൾ സ്റ്റോണൊക്കെ ഇടയ്ക്ക് വെച്ച് ഒരു ഗുഹ പോലെ തന്നെ സംഭവം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ
എനിക്കൊന്ന് എത്ര ചെസ്റ്റ് ഉണ്ട്? 5 ചെസ്റ്റ് വെച്ചില്ല, 3 15. എത്ര ചെസ്റ്റ് ഉണ്ട്? 45 ചെസ്റ്റ് നമ്മളിവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. എന്തായാലും ഇത്ര മതിയാകുമെന്ന് തോന്നുന്നു. എന്തായാലും ഇതാണ് നമ്മുടെ സ്റ്റോറേജ് ഏരിയ ബിൽഡ്. അപ്പോൾ ഗൈസ്, അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം തുടർന്ന് ഞാൻ അങ്ങോട്ടുള്ള സീരീസ് കാണാൻ താല്പര്യമുള്ളവർ ചാനലൊന്ന് സബ് ചെയ്ത് വെച്ചേക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.